കേരള ബി.ജെ.പി നയിക്കാൻ പുതിയ നേതാവ് വരുമെന്ന വാർത്തകൾ പുറത്തു വന്നിട്ട് കുറച്ചായി. അധികം വൈകാതെ തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. ജനപ്രിയ നേതാവായ ശോഭ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ കടിഞ്ഞാണേന്തുമോ എന്നാണ് അറിയേണ്ട ഒരു കാര്യം. എന്നാൽ നിലവിലെ നേതൃത്വത്തിലെ നേതാക്കളുടെ കണ്ണിൽ കരടായ ശോഭ അധ്യക്ഷ പദവിയിൽ എത്താതിരിക്കാൻ പലവിധത്തിലുള്ള ശ്രമങ്ങളും ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുണ്ട്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആർ.എസ്.എസിന് കൂടി സ്വീകാര്യനായ വി മുരളീധരനെ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. ബി.ജെ.പിയിൽ ഏറ്റവും അധികം മുന്നേറ്റമുണ്ടാക്കിയത് മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന സമയത്താണ്. ബി.ഡി.ജെ.എസിന് രാഷ്ട്രീയ രൂപം നൽകിയതും അവരെ ഉൾപ്പെടുത്തി എൻ.ഡി.എ രൂപീകരിച്ചതുമെല്ലാം മുരളീധരന്റെ അധ്യക്ഷ കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും അധ്യക്ഷനാകട്ടെ എന്ന നിലപാടാണ് ഇക്കൂട്ടർക്ക്. ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ശോഭയുടെ സാധ്യതകളെ ഇല്ലാതാക്കാനുമാണ്. വീണ്ടും അധ്യക്ഷനാകുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായത്തിന് വി മുരളീധരൻ തയ്യാറായിട്ടില്ല. അതേസമയം കേന്ദ്ര നേതൃത്വം മറ്റൊരു വഴിയെ ചിന്തിച്ചാൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും അധ്യക്ഷനായേക്കാം. ഈ സാധ്യത തള്ളാതെയാണ് രാജീവിന്റെ പ്രതികരണവും. വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ്. മാസത്തിൽ 5-6 ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും വാങ്ങിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറാവും അധ്യക്ഷനാവുമെന്നുള്ള സൂചനകൾ ശക്തമാണ്. ഇത് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അതേസമയം രാജീവിനെ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചേക്കും. രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നതുവരെ അതിന് കാത്തിരിക്കേണ്ടി വരും. ഒപ്പം രാജീവിന്റെ അധ്യക്ഷ സാധ്യതകൾ സജീവമാണ് താനും. അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാവുക. തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിലും നേമത്തും രാജീവിന്റെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരത്തെ മാർച്ച് മാസത്തിനകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്താനും ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരാനുമാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനം നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും എന്നതിനാൽ ഇനി കേന്ദ്ര തീരുമാനം വൈകിയേക്കില്ലെന്നാണ് സൂചനകൾ. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം.ടി. രമേശ് എന്നിവരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ എം.ടി. രമേശിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം അത്ര അനുകൂല നിലപാടിലല്ല. സംസ്ഥാനത്തകം പുതിയ വോട്ടർമാരെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും ആർ.എസ്.എസും. പുതിയ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്നാണ് ബി.ജെ.പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകുന്ന പരിഗണന. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളം പോലെ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ച് അതിലൂടെ പാർട്ടിക്ക് വരുന്ന സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ജനപ്രീതിയിൽ മുന്നിലുള്ള ബി.ജെ.പി നേതാവാണ് ശോഭ. മത്സരിച്ചിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച വ്യക്തിത്വം. കേന്ദ്രമന്ത്രി അമിത്ഷായുമായി അടക്കം ശോഭ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതേസമയം കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളാണ് ശോഭയ്ക്കെതിരെ നിൽക്കുന്നത്. എന്നാൽ ദേശീയ നേതൃത്വം വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ശോഭയ്ക്ക് നറുക്കുവീഴും. നിലവിൽ ആരാകണം ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇനിയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല.